അർജുന് വേണ്ടി ഇന്ന് 8ാം ദിവസമാണ് തിരച്ചിൽ തുടരുന്നത്. അപ്പോൾ ഇന്ന് പുഴയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇനിയുള്ള സെർച്ചും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ന്യൂസ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുഴയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ടൈമിൽ മണ്ണിൽ എങ്ങനെയാണോ പുറത്ത് അവിടെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ലാൻഡിൽ എങ്ങനെയാണോ ഇവർ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടിയത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരട്ടി എഫേർട്ട് വേണ്ടി വരും. കുത്തി ഒലിക്കുന്ന ഒരു പുഴയിൽ ഇത്രയും മണ്ണ് കൂമ്പാരത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു റെസ്ക്യൂ സെർച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഒരു എഫേർട്ട് ഭയങ്കര ഭീകരമായിരിക്കും. അത് ചെയ്തേ പറ്റൂ, എന്നാലേ ഇതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും അർജുൻ എവിടെ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്ത 2 വീഡിയോയ്ക്കകത്തും ഒരു ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഈ ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പലപ്പോഴും പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് കണ്ണാപ്പി നീ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ ഉണ്ട്, സാജൻ സ്കറിയ സാർ അതിന് ലാസ്റ്റിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. പലരും അവിടെ ഒരു ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോക്കൽസ് മീഡിയ അത് ടേക്കപ്പ് ചെയ്യുന്നില്ല. ചൂട് വെള്ളം വന്ന് മേത്ത് തട്ടി എന്ന് പലരും പറയുന്നുണ്ട്. ഞാനും ജിത്തുബായി ഇന്നലെ സംസാരിച്ച സമയത്ത് ഞാനത് പറയാത്തതിൻ്റെ കാരണം എനിക്കതിൻ്റെ ആളുകൾ പറയുന്നൊരു ഫുട്ടേജ് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നെ വിളിച്ച് സംസാരിച്ച ആളുകൾ യോഗേഷിനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ വീഡിയോയിൽ ഇന്നലെ ജിത്തുബാനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രൂഫ് ഒരാൾ വന്ന് പറയണമല്ലോ, അതില്ലാത്തത് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ല, വെച്ചില്ല. ആക്ച്വലി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതായിട്ട് പലരും പറയുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം വരുന്നതായിട്ട് മേത്ത് തട്ടിയതായിട്ട് പലരും പറയുന്നുണ്ട്. ഇതൊക്കെ സർവൈവ് ചെയ്തവരാണ് കേട്ടോ പറയുന്നത്. ഈ ഇൻസിഡൻറ്റിൽ വീട് പോയി എല്ലാം ഒലിച്ചു പോയി അവിടുന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് പലരും ഈ ഒരു കാര്യം പറയുന്നത്, അവിടെ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നലെ 2 വീഡിയോ ഇട്ട സമയത്ത് ഈ വീഡിയോയ്ക്കകത്ത് പലരും വന്ന് കമൻറ്റ് ചെയ്തു, ഇപ്പോൾ നമ്മുടെ മലയാളം ചാനലുകളിൽ ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു ടാങ്കർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നീ പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ടാങ്കർ ആയിരിക്കാം ഈ കണ്ടുപിടിച്ചത്, അല്ലാതെ ഇതിപ്പോൾ പെട്ടെന്ന് ഒലിച്ചു പോയ ടാങ്കർ എവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ കമന്റ് ഇട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മീഡിയാസ് അവരപ്പം കാണുന്ന സാധനം അപ്പം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് തരുന്നത്. ആക്ച്വലി അത് പറ്റിക്കലാണ്. ഇന്നലെ നമ്മുടെ ചാനലുകൾ 24 ന്യൂസും ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സാധനമുണ്ട്. മണ്ണിടിച്ചിലിൽ പുഴയിൽ വീണ ഒരു ടാങ്കർ കണ്ടെത്തി 6 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത്. ഇത് 6-7 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ടാങ്കർ നമ്മുടെ ഇവിടുന്ന് പോയ ചാനലുകൾ ഇന്നലെയാണ് കണ്ടത്. അപ്പം അത് അവർ കണ്ടെത്തിയെന്നാക്കി. ആക്ച്വലി കന്നഡ ചാനലുകൾ ഈ ഒരു ടാങ്കറിനെ കുറിച്ചിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷിരൂരിൽ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കരക്കടുപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഈ ടാങ്കർ ലീക്കായ സമയത്തുള്ള ഒരു ഫുട്ടേജ് ഞാനിവിടെ വെക്കാം. ഓക്കെ, ಲೀಕೇಜ್ ಆಗ್ತಾ ಉಂಟಲ್ಲ? ನೋಡಿ ಅದು ಲೀಕೇಜ್ ಇದೆಯಲ್ಲ ಅಂತ ಏನು ಗೊತ್ತಾಗ್ತಾ ನೋಡಿ. ಲೀಕೇಜ್ ഒരാള് അവിടെ പുഴയിൽ ഈ ലീക്കാവുന്ന ടാങ്കറിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കറക്റ്റ് ഫുട്ടേജ് എടുത്തിട്ടിട്ടുണ്ട്. ആൻഡ് ഈ ടാങ്കർ ഈ ഗ്യാസ് ലീക്കേജ് ഉദ്യോഗസ്ഥർ വന്ന് ലീക്കേജ് അടച്ച് വലിച്ച് കയറ്റി കരയിലേക്ക് വെക്കുന്നതിൻ്റെ വിഷ്വൽസും ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പ്ലസ് ഇതൊക്കെ എത്ര ദിവസം മുമ്പ് വന്ന ടാങ്കറിൻ്റെ വിഷ്വൽസാന്നുള്ളത് നിങ്ങൾ നോക്ക്. 3 ദിവസം 4 ദിവസം 5 ദിവസം മുമ്പ്, അതായത് ഈ ഇൻസിഡന്റ് നടന്നത് വെരി നെക്സ്റ്റ് ഡേ ഓർ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടാങ്കർ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലീക്കേജ് അടച്ച് കരയിലെടുത്ത് വെച്ചിട്ടുണ്ട് 7 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പം ആ ടാങ്കർ അന്ന് അവർ ലീക്കേജ് അടച്ച് വെച്ചതാ, അല്ലാതെ മിസ്സിംഗ് ആയ ടാങ്കർ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതാ മിസ്സായ ടാങ്കർ അല്ല. മലയാളത്തിലെ ഇവിടുത്തെ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ പറയുന്ന പോലെ മിസ്സായ ടാങ്കർ അല്ല. നിങ്ങൾ നോക്ക്, ഇത് മലയാളം ചാനലുകളിൽ വന്ന ടാങ്കറിന്റെ വിഷ്വലും ഇപ്പുറത്തിരിക്കുന്നത് കർണാടക ചാനലുകൾ 4-5 ദിവസം മുമ്പ് കൊടുത്ത ടാങ്കറിന്റെ വിഷ്വൽസുമാണ്. ഈ ഫുട്ടേജ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദ വെരി സെയിം ടാങ്കർ 4-5 ദിവസം മുന്നേ അവിടെ ഉദ്യോഗസ്ഥർ എടുത്ത് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ ഒഴുകി വന്ന സ്ഥലത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് ആ ഗ്രാമം ഒഴിപ്പിച്ചു അവർ. ലീക്കേജ് എല്ലാം മാറിയതിന് ശേഷം പിന്നെ ആ ഗ്രാമത്തിലെ ആളുകളെ തിരിച്ചങ്ങോട്ട് കയറ്റി വിട്ടെ. ഞാൻ എൻ്റെ കന്നഡ ന്യൂസ് വേണമെങ്കിൽ ഞാനിവിടെ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ಕುರಿತಂತೆ ಕಾರ್ಯಾಚರಣೆಯ ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ರಿಪೋರ್ಟ್ ಒಂದು ಇದೆ, ನೋಡೋಣ.
ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ನಿಂದ ಈಗ ಗ್ಯಾಸನ್ನು ಲೀಕ್ ಮಾಡ್ತಾರಂತ ನಾವು ಸಗಡಗೇರಿ ಭಾಗದಲ್ಲಿದ್ದೀವಿ. ಯಾಕೆಂದರೆ ಇಲ್ಲಿ ಪರ್ಮಿಷನ್ ಕೂಡ ಇಲ್ಲ. ಆ ಭಾಗದಲ್ಲಿ ನೀವು ನೋಡ್ಬೋದು ಎಲ್ಲ ವಾಹನಗಳನ್ನು ಕೂಡ ಈಗ ಸೇಫ್ಟಿ ದೃಷ್ಟಿಯಿಂದ ಅಗ್ನಿಶಾಮಕ ದಳದವರಿದ್ದಾರೆ. ಈ ಭಾಗದಿಂದ ಎಳೆ ತಂದು ತೆಂಗಿನ ಮರಕ್ಕೆ ಕಟ್ಟಲಾಗಿದೆ. ಅಲ್ಲಿಂದ ಈಗ ಗ್ಯಾಸನ್ನು ಲೀಕ್ ಮಾಡಿ ಬಿಡಲಾಗ್ತಾ ಇದೆ. ಸ್ವಲ್ಪ ಲೀಕೇಜ್ ಆಗಿದ್ದರೂ ಕೂಡ ಸಾಕಷ್ಟು ಅನಾಹುತಗಳಾಗ್ತದೆ. ಹೀಗಾಗಿ ಹಂತ ಹಂತವಾಗಿ ಈಗ ಗ್ಯಾಸನ್ನು ಹೊರಗಡೆ ಬಿಡ್ತಾ ಇರೋವಂಥದ್ದು ನೀವು ನೋಡ್ಬೋದು. ಈ ಭಾಗದ ಸಂಪೂರ್ಣ ಗ್ರಾಮದ ಎಲ್ಲ ಪ್ರದೇಶಗಳಲ್ಲಿ ಏನು ಜನಗಳಿದ್ದರು ಅವ್ರನ್ನೆಲ್ಲರೂ ಹೊರಗಡೆ ಕಳಿಸಿರುವಂಥದ್ದು. 2 ದಿನದಲ್ಲಿ ಈ ಗ್ಯಾಸ್ ಏನಿದೆ ಅದು ಹೊರಗಡೆ ಹೋಗುವಂಥದ್ದು ತುಂಬ ಅಪಾಯಕಾರಿಯಾದಂಥ ಒಂದು ಕಾರ್ಯಾಚರಣೆ ಈಗ ನಡೀತಾ ಇರುವಂಥದ್ದು ನೀವು ನೋಡ್ಬೋದು. ಈಗ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ನಿಂದ ಈಗ ಗ್ಯಾಸ್ ಲೀಕ್ ಮಾಡ್ತಾ ಇರುವಂಥದ್ದು ಒಂದು ಗಾಳಿಯಲ್ಲಿ ತೇಲಿ ಹೋಗಬೇಕು. ಯಾಕೆಂದರೆ ಈಗ ಮಳೆಯೂ ಇದೆ, ಆಮೇಲೆ ಹೆಚ್ಚಿನ ಒಂದು ಗಾಳಿಯ ಒತ್ತಡವೂ ಇದೆ. ಹೀಗಾಗಿ ಆ ಗ್ಯಾಸನ್ನು ನಿಧಾನವಾಗಿ ಹಂತ ಹಂತವಾಗಿ ನಿಧಾನವಾಗಿ ಬಿಟ್ಟಾಗ ಗ್ಯಾಸ್ ಕೆಳಗ ಭಾಗದಿಂದ ಹೋಗ್ತದೆ. ಏನೇ ಅಪಾಯ ಹೆಚ್ಚಿನ ಪ್ರಮಾಣದ ಆಗೋದಿಲ್ಲ. ಏನೇ ಆದರೂ ಕೂಡ ಎಲ್ಲದಕ್ಕೂ ಕೂಡ ವ್ಯವಸ್ಥಿತವಾಗಿ ಈಗಾಗಲೇ ವೈದ್ಯಕೀಯ ಸಿಬ್ಬಂದಿಗಳಿದ್ದಾರೆ. ಆಮೇಲೆ ಆಂಬುಲೆನ್ಸ್ಗಳನ್ನು ತರಲಾಗಿದೆ. 2 ಆಂಬುಲೆನ್ಸ್ಗಳನ್ನು ಈಗಾಗಲೇ ಸ್ಥಳದಲ್ಲಿ ಮೊಕ್ಕಂ ಹೂಡಿರುವಂಥದ್ದು. ಅಗ್ನಿಶಾಮಕ ದಳದವರು ಕೂಡ ಈಗ ಮೊಕ್ಕಂ ಹೂಡಿರುವಂಥದ್ದು. ಇಡೀ ಗ್ರಾಮವನ್ನು ಖಾಲಿ ಮಾಡಿರುವಂಥದ್ದು. ಯಾಕಂತಂದರೆ ഓക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നലെ കണ്ടുപിടിച്ച ടാങ്കർ അല്ല. മലയാളം ചാനലുകൾ പറയുന്ന പോലെ, ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പറയുന്ന പോലെ ഇത് ഇന്നലെ കണ്ടുപിടിച്ച ടാങ്കർ അല്ല. കണ്ടുപിടിച്ച് ലീക്കേജ് അടച്ച് അവരവിടെ വെച്ചതാണ്. നമ്മളെ ചാനലുകൾ ഇന്നലെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ. ഇനി ഈ ടാങ്കറിനെ കുറിച്ച് ഞാൻ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആയതിനെ കുറിച്ച് ഇനിയും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ലീഡ്സ് ആൻഡ് ഇൻഫർമേഷൻസ് തരാം. ദയവ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ചാനൽ ഇതൊന്ന് ഏറ്റെടുത്തിട്ട് തപ്പടേ. കാരണം എനിക്ക് പോകാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാം എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കന്നഡ ടുഡേ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഗ്യാസ് ടാങ്കർ ഫെൽ ഇൻ ടു ദ റിവർ ആൻഡ് had a blast. Water entered houses in a tsunami way. Those who become emotional remembering the great tragedy of the hillside എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അതിനകത്ത് ഈ സർവൈവ് ചെയ്ത് വന്ന വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റിന് സർവൈവ് ചെയ്ത് വന്ന വ്യക്തി, ഇവിടെ 1-2 വ്യക്തികളുടെ ഫുട്ടേജ് ഞാൻ വെക്കട്ടെ. ഇതിന് സർവൈവ് ചെയ്ത് വന്നത് നിങ്ങളിത് കേൾക്കണം. അവരൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് തന്നെയാണ് അവർ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത്. ಫಸ್ಟ್ ಬೆಳಿಗ್ಗೆ ರಾತ್ರಿ ಮಳೆ ಇರ್ತಿದ್ದು ಜೋರು, ಸಿಕ್ಕಾಪಟ್ಟೆ ಮಳೆ. ನಾವು ಬೆಳಿಗ್ಗೆ ಸುಮಾರು 8:30-9 ಗಂಟೆಗೆ ಮನೇಲಿದ್ದೆ ಕೂತ್ಕೊಂಡು ಸ್ವಲ್ಪ ಮಣ್ಣು ಬಿತ್ತು. ಮಣ್ಣು ಬಿದ್ದಾದೆ ಆಮೇಲೆ ಮಣ್ಣು ಕೆಳಗೆ ಬಂತು, ಎಲ್ಲಿ ಹೊಳೆಗೆ ಬಂತು. ರೋಡಿಗೆ ಮಣ್ಣು ಬಿದ್ದ ಮೇಲೆ ಮತ್ತೊಂದು ಸ್ವಲ್ಪ ಬಂದೆ, ಆ ಮಣ್ಣು ಹೊಳಕ್ಕೆ ಬಿತ್ತು. ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಾದೆ ಒಂದು 5 ನಿಮಿಷದ ಮೇಲೆ ಇದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಂತು. ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಿದ್ದಾಗುತ್ತೆ. ಹಾಗೆ ಕರೆಂಟ್ ಲೈನು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಹಳ್ಳಕ್ಕೆ ಬಿದ್ದತ್ತೆ. ಬ್ಲಾಸ್ಟ್ ಆಗಿ ಒಟ್ಟು ನೀರು ಈ ಸೈಡ್ ಬಂತು. ಈ ಸೈಡ್ ಬರಬೇಕಾದ್ರೆ ನಾವು ಓಡೋಬೇಕಂತ ಮಾಡ್ರೆ ಬಂದು ಹೊಡೆದೇ ಬಿಟ್ಟು ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಅಂದ್ರೆ ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಬಂತು. ನಮಗೆ ಬಂದ ನೀರು ಮನೆಯೆಲ್ಲ ಕೊಚ್ಚಿಗೋಬೇಕಾರೆ ಹೊಲ ಸಾಮಾನೆಲ್ಲ ಹೊಡೆದು ಮನೆ ಏನೂ ಇಲ್ಲ, ನೆಲ ಸಮ ಮನೆ. ಅದಕ್ಕೆ ಈಗ ಅಲ್ಲಿ ಉಳಕ್ಕೆ ಭಯ. ഈ വ്യക്തി വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, ടാങ്കർ വന്നു, മണ്ണിന്റെ ഒപ്പം ലൈനിൽ തട്ടി ബ്ലാസ്റ്റായി, ഒന്നിച്ച് സുനാമി പോലെ വന്നു തെരകള്. ഇനി അടുത്ത വ്യക്തിയുടെ നിങ്ങൾ കേട്ടോ. ಏನಾಗಿದೆ ನಿಮಗೆ? ನಮಗೆ ಇಲ್ಲಿ ಹೊಡೆದು ಬಿದ್ದಿದ್ದು. ಮತ್ತು ಆ ಸೈಡಿಗೆ ಸೀರೂರು ಸೈಡಿಗೆ ಗುಡ ಕುಸಿತು. ಆನಂತರ ಗ್ಯಾಸ್ ಗಾಡಿ ಇದಲ್ಲ, ಗ್ಯಾಸ್ ಗಾಡಿ 2 ಇದು ಸೀದಾ ಮಣ್ಣು ಅದಕ್ಕೆ ಬಂದು ಹೊಡೆಯಿತು. ಅದ್ರ ಮೇಲೆ ಆ ಕಂಬ ಕಿತ್ತು ಬಿದ್ದು ಹೋಯ್ತು. ಕಂಬ ಕಿತ್ತೋದತ್ತೆ, ಈ ಮಣ್ಣು ಕುಸಿದತ್ತೆ. ಇದು ಟ್ಯಾಂಕರ್ ಅಲ್ಲ, ಟ್ಯಾಂಕರ್ ಇದಾಗ್ಬಿಡುತ್ತೆ. ಅದೇ ಮೋಸ ಆದತ್ತು. ನೀವು ನೋಡ್ತಿದ್ರ ಅದನ್ನ? ನೋಡ್ಕೊಂಡೆ ನಮ್ಗೆ ಹಂಗಾದತ್ತು. ಇಲ್ದ್ರೆ ನಾವು ಅಲ್ಲಿ ತಪ್ಪಿಸ್ಕೊಳ್ಬಹುದಾಗಿತ್ತು. ಏನು ನೋಡ್ತಿದ್ರಿ? ಏನು ಕಾಣಿಸ್ತು ನಿಮಗೆ? ಅಲ್ಲೇ ಗುಡದ ಮೇಲಿದೆ ಮಣ್ಣು ಜಾರು ಬರ್ತದಲ್ಲ, ಆ ರೀತಿಯಾಗಿ ಜಾರು ಬಂತೆ ನೋಡ್ರೆ ಇರಬೇಕಾಗಲ್ಲ. ನಾವು ತಪ್ಪಿಸ್ಕೊಳಕ್ಕೆ ಹೋಗೋಕ್ಕಾಗಲ್ಲ. ಹೌದು, ಸಿಕ್ಕಾಪಟ್ಟೆ 3 ಸಲ ನೋಡಿ. ಅಲ್ಲಿ ನಮ್ಮ ಹುಡುಗಿ ಹೆಣತಿ ಎಲ್ಲ ಇವರು ನಮ್ಮ ಇದೆಯಾ. ನಿಮ್ಮದು ಮನೆ ಈಗ ಉಳುವರೆ ಮನೆ ಏನಿಲ್ಲ, ಮನೆ ಮಠ ಏನಿಲ್ಲ, ಎಲ್ಲ ಹೋಗ್ಬಿಟ್ಟಿತ್ತು. ಏನಿಲ್ಲ ಅಂದರೆ ಏನಿಲ್ಲ, ಅಲ್ಲಿ ನೆಲ ಮಾತ್ರ. കണ്ടോ, എഗെയിൻ സർവൈവ് ചെയ്തൊരു വ്യക്തി പറയുന്നു ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. 1, 2, 3, 4 വ്യക്തികൾ അവിടെ നിന്ന് സർവൈവ് ചെയ്ത ഒരു ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അവിടെ എത്ര നമ്പർ ഓഫ് ടാങ്കേഴ്സ് ഉണ്ട് എന്നുള്ളത് കലക്ടർക്ക് ഒരു പിടുത്തവും ഇല്ല. അവിടെ പോയവർ പറയുന്ന ഒരു കണക്ക് 1, 2, 3 എന്നുള്ളത്. പക്ഷേ ഇവിടെ ലോറി സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന
2 മലയാളികൾ ഇപ്പോൾ അവിടെ സ്ഥലത്ത് അവരെ ലോറി ടയർ പഞ്ചറായതുകൊണ്ട് മാത്രം അന്നേ ദിവസം അത് കൂടി പോകാൻ പറ്റാതെ അവിടെ സ്റ്റക്കായിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ടോ. തിരിച്ചു കിട്ടി. എത്ര വണ്ടി അവിടെ നിർത്തിയിടാനുള്ള സൗകര്യം ഉണ്ട് ആ ഭാഗത്ത്? 2 സൈഡിലായിട്ട് ഒരു എങ്ങനെ പോയാലും ഒരു 10 വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്. മറ്റേ ഈ ഗ്യാസ് വണ്ടിയുണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് വണ്ടി ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് വരുന്ന ലോഡ് വണ്ടി, ഇവിടുന്ന് പോണ കാലിവണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള മണ്ണിടിഞ്ഞെടുത്ത് അവിടുന്ന് വരുന്ന വണ്ടി ആ ഓട്ടോയുടെ ഭാഗത്താണ് പാർക്ക് ചെയ്യുന്ന വണ്ടി. മിനിമം 10 വണ്ടി അല്ലെങ്കിൽ മാക്സിമം അതിലും കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുള്ള ആ ഹിൽ സൈഡാണത്. അവിടെയാണ് ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ലോറി ഡ്രൈവേഴ്സ്, ഇവർ മലയാളികളാണ്, സ്ഥിരമായിട്ട് അവിടെ പോകുന്ന ആളുകളാണ്. ഇവർ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ അവിടെ പാർക്ക് ചെയ്യുന്നത് ഈ ഗ്യാസ് വണ്ടികളാണ്, ലോഡ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട്. അപ്പോൾ അവിടെ എത്ര നമ്പർ ഓഫ് ഗ്യാസ് ലോറികൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ എന്നുള്ളതിനെ കുറിച്ചൊരു കണക്കും ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ പലരും ചോദിക്കും, ഇങ്ങനെ ഒരു ഗ്യാസ് ലോറി മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ എൻ്റെ വണ്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരില്ലേ എന്നുള്ള രീതിയിൽ ആരുടെങ്കിലും ചോദ്യങ്ങൾ വരാം. അത് ഒഫീഷ്യൽസിൻ്റെ അടുത്തെത്തിയിട്ട് അവരത് മറച്ചു വെച്ചതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പുറത്ത് വിടാതെ. കാരണം അപ്പുറത്തെ സൈഡിൽ ഇതെന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഒരു സൈഡിൽ ഈ കടയിലുള്ള ആളുകളും ലോറിയിലുള്ള ഡ്രൈവേഴ്സുമാണ് ഒലിച്ചു പോയിട്ട് കാണാതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ സൈഡിൽ 10-14 വീടുകൾ പൊളിഞ്ഞിട്ട് അതിനകത്തുള്ള 50-60 ആളുകൾ അവിടെ ഹോസ്പിറ്റലിലായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒരു മനുഷ്യനും. ഇപ്പോഴും അവരവിടെ കിടന്നിട്ട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ മലയാളം ചാനലുകളിൽ മനോരമ ന്യൂസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഈ ഒളിച്ചുപോയ വീടുകളുടെ അവിടെ പോയപ്പോൾ ഒരു വ്യക്തിൻ്റെ ബൈറ്റ് എടുത്തു. ആ വ്യക്തിയും പറയുന്നുണ്ട് ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റ് ആയതിനെ കുറിച്ചിട്ട്. അടിയിൽ മലയാളത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ആ വ്യക്തി എന്താ പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റ് ആയി എന്നുള്ള സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് മലയാളത്തിൽ ആ സ്ക്രോളിംഗ് ഇല്ല, അത് മാത്രം വെച്ചില്ല. വീടുകൾ തകർന്നു പോയി. അവിടെ അത്രയും വലിയ ആഘാതമാണ് ഉണ്ടായത്. ഒരു വീട്ടുടമ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് 15ನೇ ತಾರೀಕು ಬೆಳಿಗ್ಗೆ 8-9 ಗಂಟೆ ಸುಮಾರು ಮಣ್ಣು ಹೊರಗಿಂದ ಇದು ಧರೆಯಿಂದ ಕುಸಿದು ಬಿದ್ದು ಕರೆಂಟ್ ಕಂಬಿ ಬಿದ್ದು ಸಿಲಿಂಡರ್ ಅಂಗಡಿ ಹತ್ರ ಇದ್ದಿತ್ತು, ಆ ಸೈಡ್ ರೋಡ್ ಹತ್ರ ಕರೆಂಟ್ ಬಿದ್ದು ಕರೆಂಟ್ ಲೈನ್ ಬಿದ್ದು ಅದು ಕೆಳಗಡೆ ಬಂದುಬಿಟ್ಟು ಬ್ಲಾಸ್ಟ್ ಆಗಿಬಿಟ್ಟಿತ್ತು. ಬ್ಲಾಸ್ಟ್ ಆಗಿ ನೀರೆಲ್ಲ ಮನೆಗೆ ಹೊಕ್ಕಿಬಿಟ್ಟು ಮನೆಯೆಲ್ಲ ಗೋಚ್ಕೊಂಡು ಹೋಯ್ತು. ಅಮ್ಮ ಒಬ್ಬಳೇ ಮನೇಲಿ ಇದ್ದಿತ್ತು ಅಡುಗೆ ಮಾಡ್ತಾ. ನಾನು ಅದಕ್ಕಿಂತ ಮೊದಲೇ 8-8:15ಗೆ ನಾನು ಅಂಗಡಿ ಹೋಗಿದ್ದೆ. ಅಂಗಡಿ ಹೋಗಿ ಬರುವಂತರೂ ಈ ಥರ ಘಟನೆ ಆಗಿದೆ. ಇಲ್ಲಿ കറണ്ട് കമ്പി തട്ടി ബ്ലാസ്റ്റ് ആയി പോയി എന്ന് ഈ വ്യക്തിയും പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഇനി ഇതിലും കൂടുതൽ എന്താണ് ഈ ഒരു ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കിട്ടേണ്ട അധികാരികൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഈ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സംഭവം ഉണ്ടായി വിത്തിൻ മിനിറ്റ്സ് വെള്ളത്തിനടിയിൽ നിന്ന് മേർജ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫുള്ളി മേർജ്ഡ് സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഗ്യാസ് ടാങ്കർ ലൈനിൽ തട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുനാമി പോലെ ചളിയും മണ്ണും വെള്ളവും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടിക്കും. ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും അർജുൻ്റെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മണ്ണും ചളി ഇങ്ങനെ തെറിക്കുമ്പം ആ വണ്ടീൻ്റെ മുകളിൽ കൂടി പോയി ചാടും, അല്ലെങ്കിൽ ഒന്നാകെ എല്ലാം കൂടി പൊട്ടിത്തെറിക്കും. പിന്നെ ഇന്ന് തെരച്ചിൽ നടക്കുന്നത് 7-8 ദിവസമായിട്ടാണ്. പൊടി പോലും ഉണ്ടാവും അവിടെ. ഒരു നാട് മൊത്തം പൊട്ടിത്തെറിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു ടാങ്കറിന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടുള്ള എന്തെങ്കിലും ബാക്കി ഉണ്ടാവും. ഈ 7-8 ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു തുമ്പ് പോലും ആർക്കെങ്കിലും കിട്ടും. ഇനി കിട്ടുക തന്നെ വളരെ റെയറായിട്ട് എന്തെങ്കിലും കിട്ടാൻ പോകുന്ന ആ മണ്ണിന് അടിയിൽ നിന്നാണ്. ആ പൈലായി കിടക്കുന്ന റിവറിൻ്റെ ഇടയിലുള്ള ആ മൺകൂനയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഈ ബ്ലാസ്റ്റിൻ്റെ ഒരു സീരിയസ്നെസ് ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തോ മണ്ടത്തരം പറയുന്ന പോലെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു ആരെങ്കിലും അന്വേഷിക്കണം ഈ കാര്യം. കാരണം ഞാൻ പറഞ്ഞു, ഇത് മീഡിയാസിനെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അധികാരികൾക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ ഇപ്പോൾ ഉള്ള നമ്മുടെ കുറച്ച് MLA-മാരോടൊക്കെ കണക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഉത്തര കർണാടകയിൽ കുറേ അധികം ദിവസമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ, ഞാനിവിടെ ഒരു ചാനലിൽ വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഹെവി റെയിൻ, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് പല ഭാഗങ്ങളിലായിട്ട് ഉത്തര കർണാടകയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കുറേ അധികം ദിവസമായിട്ട്. സോ എന്തുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വഴുകിയെന്നോ അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഇത്രത്തോളം മൈൽഡായിട്ട് സ്ലോ ആയിട്ട് പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്. ഒന്ന്, അവർ പ്രിപ്പയർഡായി ഇരുന്നാൽ പോലും ഒരേ സ്ഥലത്ത് കിലോമീറ്ററുകൾ അവിടെ ഇവിടെയായിട്ട് പല സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ആകുമ്പോൾ ഓടിയെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി കാണും ചിലപ്പോൾ അവർക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഭീകരത പുറത്ത് അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ചിട്ട് ഇവർ പറയാതിരിക്കുന്നത്. നമ്മൾ എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്യണം, മനസ്സിലായോ?
ഇതിപ്പോൾ ഞാൻ അവിടെ പോയി കണ്ട് ടാങ്കർ ബ്ലാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അർജുനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിബിലിറ്റി ഞാൻ എന്താണെങ്കിലും അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, സോ പ്ലീസ് മീഡിയാസ്, മെയിൻ സ്ട്രീം മീഡിയാസ് ടേക്കപ്പ് ചെയ്താൽ ഏറ്റവും നല്ലത്.